ഭക്തരുടെ ഇഷ്ടപ്രസാദമായ കരിപ്രസാദം ക്ഷേത്രത്തിന് സമീപത്തെ ഒരു വീട്ടിൽ അനധികൃതമായി നിർമ്മിച്ചതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഭക്തരെ വളരെയധികം മാനസികമായി തളർത്തിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. നിരവധി ഭക്തർ നമ്മളോടൊപ്പം ചേരുകയാണ്. നമ്മളുള്ളത് ഗണപതി ക്ഷേത്ര പരിസരത്ത് തന്നെയാണ്. ഒരു ഭക്തൻ നമ്മളോട് ചേരുകയാണ്. ശരിക്കും ഈ ഒരു സംഭവം പുറത്തറിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? മാനസികമായിട്ട് നിങ്ങൾക്ക് വലിയ വിഷമമായിരുന്നു? എങ്ങനെയായിരുന്നു? മാനസികമായിട്ട് ഭയങ്കര പ്രയാസം ഉണ്ടാക്കി. ഇത്രയും വൃത്തിഹീനമായ ഒരു സ്ഥലത്ത് ഇതുണ്ടാക്കുന്നത് നമ്മൾ ആദ്യമായിട്ടൊന്നും അറിയുന്ന സംഭവം. അപ്പോൾ സോഷ്യൽ മീഡിയയിലും ന്യൂസിലൊക്കെ വന്നപ്പോൾ ഞെട്ടിപ്പോയി. നമ്മൾ സ്ഥിരം മിക്കവാറും സമയം കിട്ടുമ്പോൾ ഞാൻ ഇവിടെ അടുത്ത പ്രദേശത്തുള്ള എഴുകണം എൻ്റെ സ്ഥലം വരുമ്പോൾ ഇവിടെ ഹരിപ്രസാദം മേടിച്ച് ഇടുന്നുള്ളൂ. ഇന്ന് ബംഗാളി ഉണ്ടാക്കിയാലും ആരുണ്ടാക്കിയാലും ഇന്നും ഇട്ടിട്ടുണ്ട്. ഇത്ര വിഷമമുള്ളൊരു സംഭവമായിരിക്കും. ഇന്ന് കരിപ്രസാദം വാങ്ങിയിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ നാളെ ഗണപതി ഭക്തനാണ്. ഗണപതിയെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിപ്പോയി. അതിൽ ഉണ്ണിയപ്പവും നല്ല ഉണ്ണിയപ്പമാണ് ഇവിടുത്തെ. മൊത്തത്തിൽ ഭയങ്കര വിഷമമുള്ള സമയമായിപ്പോയി. ഞങ്ങളെ ഫേസ് കണ്ടാൽ തന്നെ അറിഞ്ഞില്ല. സംഭവിക്കല്ലോ. ഇനി സംഭവിക്കുന്നതിനെതിരെ നല്ല നടപടി സ്വീകരിച്ചേ വെക്കും. വിഷമം ഉണ്ടാവും. ഏത് ദേവാലയങ്ങളിൽ ഈ അഴിമതി പോലുള്ള ഈ രീതി കാണിക്കരുത്. അവരിവിടുന്ന് സേവനം ചെയ്തു 10 പൈസ മേടിക്കുന്നവരാണെങ്കിൽ അവർ നല്ല രീതിയിൽ തന്നെ ചെയ്യണം. ഭക്തിയോടുകൂടിയും നമ്മൾ കരിപ്രസാദം എന്ന് പറഞ്ഞാൽ ഭഗവാന് കരിയാണെന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ചെയ്യുന്നത് കൃത്യനിഷ്ഠയോടും നല്ലതുപോലെ ചെയ്ത് ഈ വരുന്ന ജനങ്ങൾക്ക് കൊടുത്തെങ്കിൽ മാത്രമേ അതിനൊരു നമുക്കും അവർക്കും ഭക്തി ഉണ്ടാകത്തുള്ളൂ. ഈശ്വരന് പോലും അത് വിഷമം കാണത്തില്ലയോ? എങ്ങനെ പ്രസാദമായി ഇങ്ങനെ ഈ നികൃഷ്ടമായുള്ള ഭാഗങ്ങളിൽ ഇട്ട് അത് മറ്റൊരാൾ ഇടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമില്ല. നടപടി ഉണ്ടാവണം. എല്ലാ ദേവാലയങ്ങളിലും തിരുമേനിമാർ നല്ല രീതിയിൽ തന്നെ അവിടുന്ന് പണം മേടിക്കുന്നതാണെങ്കിൽ അതിൻ്റെതായിട്ട് കൃത്യനിഷ്ഠ പാലിച്ച് തന്നെ ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളെ ദോരാകലേന്നൊക്കെ ഞങ്ങൾ ചാലക്കുടിന്നാ വരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതൊക്കെ കണ്ടുപിടിച്ച് നന്നായി തക്കതായ ശിക്ഷ അവർക്ക് കൊടുക്കണം എന്നാണ് ഞങ്ങൾ തീരുമാനം. ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. അതിനെ പറ്റി വ്യക്തമായിട്ട് എനിക്ക് അറിയാൻ പറ്റും. സങ്കടമില്ലേ? അത് സങ്കടം ഉണ്ട്. നമ്മൾ തന്നെ ഇപ്പം അത് അറിഞ്ഞപ്പോൾ ഈ വിഷമം ഉണ്ടാക്കിയ സംഭവമായിരുന്നു. നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കാര്യം അമ്പലത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന്. നമ്മളെല്ലാവരും നമ്മൾ ഹൈജീനിക് ആയിട്ട് എല്ലാ കാര്യം മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ഇവരിങ്ങനെ ചെയ്തപ്പം ഭയങ്കര വിഷമമായിട്ടുണ്ട്. സ്ഥിരമായിട്ട് എല്ലാ മാസവും വരാറുണ്ട്. പിന്നെ നമ്മൾ ആരിപ്പം എല്ലാ ദിവസവും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അത് അവരെ കൺസിഡർ ചെയ്യുന്നു നമ്മളെ ഹെൽത്ത് കൂടി. കൊട്ടാരക്കരയിൽ ഇന്നലെ നടന്ന സംഭവത്തിൽ എനിക്ക് അതീവ ദുഃഖമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ മീഡിയ കൂടാണ് കണ്ടത്. ഇന്നലെ പ്രതികരിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് മീഡിയ കൂടെ കണ്ടിട്ട് എനിക്ക് സുഖമില്ലാതിരുന്നിട്ട് പോലും ഒരു ഭക്ത എന്നുള്ളതിൽ ആ വിഷമം കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത്. കാരണം ഇന്നലെ വേൾഡായിട്ട് അറിഞ്ഞ ഈ സംഭവം ഇന്ന് രാവിലെ വന്ന് ഇത് പരിശോധിച്ചിരുന്നു. എവിടെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും വന്ന് പരിശോധിപ്പിക്കേണ്ട ഒരു കടമ എയ്ക്കുള്ളതാണ്. അത് ചെയ്യാതെ വീണ്ടും ഇതേ രീതിയിലുള്ള ആചാര ലംഘനമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അതിൽ ഒരു ഭക്ത എന്ന നിലയിൽ എനിക്ക് വളരെയേറെ ദുഃഖമുണ്ട്. വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഗണപതി ഹോമത്തിൽ നിന്നും ലഭിക്കുന്ന കരിയാണ് നെയ്യുമായി ചേർത്ത് തിരുമേനിമാർ പ്രസാദമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് അടുത്തുള്ള ഒരു വാടക വീട്ടിൽ നിന്നും അനധികൃതമായി നിർമ്മിച്ച് കൊടുക്കുന്നതായിട്ടുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നതും വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചതും. എന്തായാലും ഇത് ഭക്തരെ വലിയ രീതിയിൽ വിഷമിപ്പിച്ചിരിക്കുകയാണ്. നടപടിയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര.